ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഫേവറേറ്റ് റൗണ്ടാണ്. കുഴപ്പമില്ല, രണ്ടും എനിക്ക് ഓക്കെയാണ്. പെർഫോമൻസ് റൗണ്ടിന് പാടുന്ന പാട്ട് രാക്ഷസി എന്ന് പറഞ്ഞ സോങ്ങാണ്. എൻ്റെ മാക്സിമം ഈ ഒരു പാട്ടിന് വേണ്ടി ഞാൻ കൊടുക്കും. 14 കണ്ടസ്റ്റൻസും വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. അപ്പം അതിനോടൊത്ത് പൊരുതണം, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ചാപ്റ്റർ 2-ലെ ഫസ്റ്റ് റണ്ണറപ്പാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കീർത്തന. ഇതെന്താണ് വേഷം? ഒരു കോളേജ് കുമാരിയായിട്ട് കടന്നു വന്നിരിക്കുന്നു. അതെ, കോളേജ് കുമാരിയാണ്. ലോട്ട് എടുത്തായിരുന്നോ? ലോട്ട് എടുത്തു. അപ്പൊ ഏത് റൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്? എനിക്ക് പെർഫോമൻസ് റൗണ്ട് ആണ്. ഹാപ്പി ആയോ? ഹാപ്പിയാണ്. പെർഫോമൻസ് റൗണ്ട് ആകുമ്പോ കുറച്ച് എനർജി കയറുമല്ലോ അല്ലെ? ആശ ചേച്ചിക്ക് പെർഫോമൻസ് ഞാനിങ്ങനെ കുറച്ചുകൂടെ നേരെ ഇരിക്കും. അങ്ങനെ നേരെ ഇരിക്കും. അതേപോലെ തന്നെ എനിക്ക് എവിടെ നിന്നില്ലാത്തൊരു സന്തോഷമൊക്കെ വരും. അപ്പോൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രണയ കേസിന് മാപ്പു പറഞ്ഞില്ലേ, ലുടക്കി ഉരുകി കശക്കുഞ്ഞങ്ങൾ. രാക്ഷസി രാക്ഷസി രാക്ഷസി, കരിമഷിയിട്ട കറുത്ത കണ്ണിലെ കുറുമ്പു നോട്ടങ്ങൾ അടിച്ചെടുത്തിട്ടും രാക്ഷസി രാക്ഷസി രാക്ഷസി. എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാലും തരാം രാക്ഷസി. മനസ്സിലുണ്ടോ
കീർത്തന ഡെയിൻ അങ്ങ് കലക്കി പൊളിച്ചല്ലോ. നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയോ? ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. ഇത് പാട്ടിന്റെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നല്ലോ ഹസ്ബൻഡിനെ, മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിട്ടായിരുന്നോ? അതെ അതെ. ആളെ ഇടയിൽ ഒരു ഡയലോഗ് ഒക്കെ പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നോ? നിങ്ങള് അപ്പൊ ഒന്നുകൂടി കേക്കട്ടെ, എങ്ങനെയാ പറഞ്ഞാ കേക്കട്ടെ. ഈശ്വരേ ഇതെന്ത് പെണ്ണത് അസത്ത്. ആശേഷി, ഇതാണ് നമ്മുടെ ഷോയുടെ പ്രത്യേകത. കട്ടയ്ക്ക് നിൽക്കുന്ന ഒരുപാട് സസ്പെൻസ് ഉണ്ട് ഈ ഭാര്യമാരുടെ കൂടെ, അല്ലേ നിങ്ങളുടെ വിജയം? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും മതിച്ചേട്ടാ. കീർത്തന ചേട്ടാ അടിപൊളി, ഉഗ്രനായിട്ട് പാടി കേട്ടോ. Thank you, sir. വളരെ നന്നായിരുന്നു. കാരണം ഇതൊരു നല്ല ചലഞ്ചുള്ള ഒരു പാട്ടാണ്. കാരണം ഇത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ പാടിയ പാട്ടാണ്. അതെ. ഉഗ്രനായിരുന്നു, വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു, നന്നായിട്ട് പാടി. മഞ്ചരി ഉഗ്രൻ കീർത്തന, ഉഗ്രൻ. കോരിത്തരിച്ചു. ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്നോണ്ട് ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു. ജോത്സ്ന എന്ന് പറഞ്ഞൊരു സിംഗറിന്റെ ഒരു സ്റ്റാർട്ടിങ് ടൈം ആയിരുന്നു. അപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം സുഖമാണി നിലാവ് എന്ന് പറഞ്ഞ പാട്ട് ജോത്സ്ന പാടി. അപ്പം അങ്ങനെ നമുക്കൊക്കെ ഒരു പ്രചോദനമായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് ഒരു നമ്മുടെ അതേ പ്രായക്കാരി പാടി. പ്രചോദനായിരുന്നു കുശുംബായിരുന്നു? കുശുമ്പ് എങ്ങനെയാവാ? എനിക്ക് കുശുംബ് വരാറുണ്ട്. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന വേറെ അടുത്ത് എന്നേക്കാൾ നന്നായി പഠിക്കുകയോ എന്നേക്കാൾ നന്നായി പ്രൈസ് ഒക്കെ കിട്ടിയാൽ എനിക്ക് കുശുംബ് വരാറുണ്ട്. നാച്ചുറൽ അല്ല, അങ്ങനെ കുശുമ്പിന്റെ കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ല. അപ്പൊ അസൂയക്കും കുശുമ്പിനും മരുന്നില്ല. ഗായത്രി കീർത്തന സൂപ്പർ റോക്കിംഗ് പെർഫോമൻസ്. താങ്ക് യു ചേച്ചി, താങ്ക് യു. പിന്നെ ഇവിടത്തെ ഈ സ്റ്റെപ്പ് കൊടുത്തതിൽ വെച്ച് മധുവാണ് ഇന്ന് എക്സൽ ചെയ്തത്. എനിക്ക് ആകെ അസൂയായി പോയി. വെറുതെ ഒരു ക്ലാസിക്കൽ ട്രെയിനിങ്ങിന്റെ ഒരു ക്ലാസ്സോട് കൂടിയൊക്കെ ഇങ്ങനെയൊക്കെ ആ മുദ്രയൊക്കെ ചെയ്യാൻ. ഞാനതാ ചിന്തിക്കുന്നത്, മധുചേട്ടൻ ആശ ചേച്ചിയുടെ ലെവലിലേക്ക് എത്തിയതാണോ അതോ ആശ ചേച്ചി മധുചേട്ടന്റെ ലെവലിലേക്ക് എത്തിയതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. ആശ എന്റെ ലെവലിലേക്ക് ഇറങ്ങി വന്നതാണ്. അല്ല, ഞാൻ മധുവിനെ നോക്കിട്ടാ കളിച്ചത്. അമേസിംഗ് പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. ഓക്കെ, ആശ ചേച്ചി. എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ്. എന്റെ മകളുടെ പേര് കീർത്തന എന്നാണ്. പക്ഷെ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഭയങ്കര രസമുണ്ടായിരുന്നു. അത് പല സമയത്ത് മോള് പാട്ട് പാടുന്നത് കേൾക്കുന്നതോടൊപ്പം നമ്മുടെ എൻ്റെ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു അവരുടെ ഡാൻസ് പെർഫോമൻസ്. അതിൻ്റെ കൂടെ മോള് നടക്കുന്ന പാടുമ്പം കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. വീട്ടിൽ ഇതുപോലെയാണോ? രാക്ഷസിയാണോ അതോ നല്ല സ്വീറ്റ് ആണോ? എങ്ങനെയാണ്? സത്യം പറയണോ കള്ളം പറയണോ? സത്യം പതുക്കെ പറഞ്ഞാൽ മതി. ചില സമയത്ത് രാക്ഷസിയാണ്, ചില സമയത്ത് നമ്മൾ ഭാര്യമാര് രാക്ഷസിയാവണ്ടേ? അത്യാവശ്യം നമുക്ക് രാക്ഷസിക്കായാലേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ, അല്ലെ? എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു മോളെ. സൂപ്പർ. കീപ് ഗോയിങ് കേട്ടോ. ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഓരോരോ പെർഫോമൻസസ് കാണാൻ വേണ്ടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ആ ചേച്ചിക്ക് 2 മക്കളല്ലേ? അതെ. ഒരാള് കീർത്തന ആൻഡ് മറ്റേ ഉത്തരയുടെ കല്യാണമാണ് കഴിഞ്ഞിട്ടുള്ളത്. അല്ലെ, കീർത്തന സ്റ്റിൽ ബാച്ചിലർ ആണ്. അതെ. താല്പര്യമുണ്ടോ? ഇല്ല, ഞാൻ ജസ്റ്റ് ആസ്കി, വെറുതെ കുശലാന്വേഷണം അറിയാലോ. വെറുതെ ആണെങ്കിൽ നമുക്ക് ആലോചിക്കാം കേട്ടോ. ആണോ? അങ്ങനെയാ? ഓക്കെ, ആശേച്ചി കുറച്ച് ദിവസം കൂടി ഉണ്ടാവുമല്ലോ. നമുക്ക് വഴി ആലോചിക്കാം. നമുക്കൊന്ന് കാണണം. സ്വഭാവമൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. ഉറപ്പായിട്ടും ഈ ഷോ മാത്രം കണ്ടാൽ മതി. കുറച്ച് സ്വഭാവം നല്ലതായിട്ട് കൂടി പോയാലേ ഉള്ളൂ. ശരി, ഞാൻ നോക്കട്ടെ. ഓക്കെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ചേച്ചി ഒളിപ്പിച്ചു നോക്കിയപ്പോ. ശരി, അപ്പൊ എന്തായാലും കീർത്തന 4 പേരുടെയും ജഡ്ജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് സേഫ് ആകുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ള സമയമാണ്. നമ്മുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോ എന്ത് തോന്നുന്നു? നോക്കൂ. ചാപ്റ്റർ 2 ഫസ്റ്റ് റണ്ണറപ്പ് ആണ് അല്ലേ? അങ്ങനെ മെഗാ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് കീർത്തന ഇവിടെ തുടരുമോ ഇല്ലയെന്നൊക്കെ നമ്മൾക്ക് അറിയാൻ പോകുന്നത്. മികച്ച ഗായകരാണ് എല്ലാവരും ഇതേ വേദിയിൽ തന്നെ പാടി തെളിഞ്ഞ ആൾക്കാരാണ്. അവരുടെ കഴിവുകൾ നമ്മുടെ ലോകം കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യ ചാപ്റ്ററുകളിലൊക്കെ ആദ്യ റൗണ്ടുകളിൽ വന്ന ആ ലാഘവത്തോടു കൂടി ഇവിടെ പെർഫോം ചെയ്താൽ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ടഫായിരിക്കും. അപ്പോൾ കീർത്തന, അതുകൊണ്ട് സോറി, യു ആർ സേഫ്. താങ്ക് യു. എന്താ ചെയ്യേണ്ടത്? ആളെ വിട്ട് തല്ലിക്കണം. ഓക്കെ, ഇനി അടുത്ത റൗണ്ടിൽ തല്ലിക്കാം. എന്തായാലും ഇവിടെ സേഫ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ അടുത്ത റൗണ്ടിൽ നന്നായി പെർഫോം ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കൊടകര എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖം. എന്റെ വീടിന്റെ അടുത്താ കൊടകര. ഞാനിപ്പോ കുടൽമാണിക്കത്ത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നേ. അവിടെയുള്ള ആ ക്രൗഡിലുള്ള ഒട്ടുമിക്കവരും പറഞ്ഞിരുന്ന ഡെയിനെ കുറിച്ചിട്ടാ. അത് അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കില്ല. ഡെയിന്റെ നാടാണ്, ഡെയിൻ ഇവിടെ അടുത്താണ് എന്നൊക്കെ എല്ലാവരും എന്നോട് ഇങ്ങനെ പറഞ്ഞു. അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സർക്കാർ സ്കൂളിലാണ് ഞാൻ +1 +2 അവരൊക്കെ പറഞ്ഞു അവിടെ പ്രശസ്തനായ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലേ? ഓക്കെ, ചേച്ചി നമ്മുടെ ട്രാക്കിലേക്ക് വരുന്നുണ്ട്. ഇത് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ
ഇവിടെ മത്സരിക്കുന്നത് പാടാൻ അറിയുന്നവർ മാത്രം. എന്തായാലും കടുപ്പമേറിയ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? കാത്തിരിക്കുകയാണ്. ഇനി അടുത്ത മത്സരാർത്ഥി എന്ന് പറയുന്നത് ചാപ്റ്റർ 5-ലെ ഫസ്റ്റ് റണ്ണറപ്പ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ആതിര PT. എനിക്ക് കിട്ടിയത് ഫേവറേറ്റ് റൗണ്ടാണ്. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് കിട്ടിയത്. തേരിറങ്ങുമുകിലെയാണ് സോങ്. പിന്നെ ജയചന്ദ്രൻ സാറ് നല്ല ഫീലോട് കൂടി പാടിയ പാട്ടാണ്. ആ ഫീല് കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും അടിപൊളി സിംഗേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട്, കോമ്പറ്റീഷൻ ടൈറ്റ് ആയതുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല, ഓക്കെ. മാത്സ് ടീച്ചറെ, കുട്ടിയും കഴിച്ചിട്ടൊക്കെയാണോ വന്നിരിക്കുന്നത്? കുറച്ചൊക്കെ കണക്കൂട്ടലുകളൊന്നും പഴക്കില്ലല്ലോ? പഴക്കില്ലാന്ന് വിചാരിക്കാം. ഓക്കെ, ഏതാണ് ലോട്ടറി എടുത്തപ്പോ കിട്ടിയത്? ഫേവറേറ്റ്. അപ്പൊ എന്തായാലും നമ്മുടെ 4 ജഡ്ജസ് അവിടെ റെഡിയാണ്. ഗോൾഡൻ ബസർ അവിടെ റെഡിയാണ്. ഗോൾഡൻ സീറ്റ് അവിടെ റെഡിയാണ്. ഈ ഗോൾഡൻ സ്റ്റാറും റെഡിയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ആതിര. All the best, yeah.
അതിരാ എന്തോ അങ്ങനെ പിഴയ്ക്കാത്ത കണക്കൂട്ടലുകളുമായി ഈ വേദിയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ടെൻഷൻ ഉണ്ടായിരുന്നോ? മെഗാ ഫൈനൽ ആയതിന് ടെൻഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, ആ ടെൻഷൻ പാട്ടിന് ബാധിച്ചോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. മഞ്ജരി, ആതിര എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിംഗറാണ്. ആ. കാരണം ഒന്നാമത് ആതിര വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പാവം പോലെ തോന്നും. ആ. ഒരുപാട് ഉമ്മ. താങ്ക് യു. പാട്ട് അസല് സെലക്ഷനാണ്. കുറച്ചുകൂടെ ഒരു വോയിസ് പ്രസൻസ് ആവാം. അവരുടെ ചില ഭാഗത്ത് പല്ലവിയിലൊക്കെ വോയിസ് അങ്ങനെ ശരിക്കും കേൾക്കുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. അതർവൈസ് അസലായിട്ട് പാടി. താങ്ക് യു. ഗായത്രി മഞ്ജരി ഞാൻ പറയാനുള്ളതൊക്കെ ഓൾറെഡി പറഞ്ഞു പറഞ്ഞു. കഴിഞ്ഞു. ആഹാ. അപ്പോൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്, വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ് മോള്. അതിനെ കുറച്ചുകൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം. ഡയമണ്ട് ഒക്കെ പോളിഷ് ചെയ്ത മതി. ഓക്കെ, ഗോഡ് ബ്ലെസ്. മഞ്ജുചേട്ടാ, ആതിര PT, പക്ഷേ മാത്സ് ടീച്ചറാണ്. അതെ, PT ടീച്ചർ അല്ല. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. നന്നായിരുന്നു ആതിര, നല്ല സെലക്ഷൻ. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ പോലെ സെലക്ഷൻ എനിക്ക് ജയേട്ടൻ പാടിയതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഈ പാട്ട്. നല്ല സിംഗറാണ് ആതിര. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ആശ ചേച്ചി, ആതിര, ഞാനും മഞ്ജരിയും ഇരുന്ന് പറയാൻ, മഞ്ജരി ഒരു മഴ പെയ്ത് ഇരിക്കുന്ന ഒരു നനഞ്ഞിരിക്കുന്ന ഒരു ഫീൽ, അങ്ങനെ സൂതിങ് ആയിട്ട് ഇങ്ങനെ ഫുൾ ടൈം തലയാട്ടി പാട്ട് കേൾക്കുന്ന ഒരു പാട്ടായിരുന്നു. അപ്പൊ ടീച്ചറെ അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ എന്തായാലും ഇതാ നമ്മുടെ 4 ജഡ്ജസിന്റെ ജഡ്ജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിരാ, എന്താ ജഡ്ജ്മെന്റ് വിട്ടേക്കൂ, ഞങ്ങളുടെ അഭിപ്രായം വിട്ടേക്കൂ, പ്രേക്ഷകർ എന്ത് കണ്ടു കേട്ടു എന്നുള്ളതൊക്കെ വിട്ടേക്കൂ. സ്വയമായിട്ട് വിലയിരുത്തുമ്പോൾ ഈ ഒരു മെഗാ ഫൈനൽ എന്ന് പറയുന്ന ഈ ഒരു വലിയ ഷോ, കാരണം നിങ്ങൾ വിജയികൾ മാത്രം മത്സരിക്കുന്ന ഈ ഒരു ഷോയിൽ ഇങ്ങനെ പാടിയാൽ മതിയോ? പോരാ, നന്നായി പാടണമായിരുന്നു. അത് ടെൻഷനായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രശ്നങ്ങൾ വരാൻ കാരണമെന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആതിരയുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അവർ 4 പേര് മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ മാർക്കാണ് തീരുമാനിക്കുന്നത് ആതിര സേഫ് ആകുമോ ഡേഞ്ചർ സോൺ ആകുമോ എന്നുള്ളത്. പല എലിമിനേഷൻ വേദികളിലും ടെൻഷൻ അടിപ്പിച്ചാൽ ടെൻഷൻ അടിക്കാത്ത ആളാണ് ആതിര. ഐ എം സോറി, യു ആർ ഇൻ ഡേഞ്ചർ സോൺ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തിരിച്ചു വരാൻ സമയമുണ്ട്. ടെൻഷനൊന്നും വേണ്ട, കൂൾ. പിള്ളേരൊക്കെ വരട്ടി നിർത്തുന്ന ടീച്ചറല്ലേ, ഇവിടെ പതറില്ലല്ലോ, ഉറപ്പല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. ഒരു കാര്യം തീരുമാനിച്ചു, അടുത്ത പ്രോഗ്രാമിന് സാധാരണ നമ്മൾ മെയിൽ ഡാൻസേഴ്സിനൊക്കെ കൂടെ കളിക്കുമല്ലോ, ഇനിയിപ്പോ ആളാവശ്യമല്ല, മധുണ്ട്. അടുത്ത പ്രോഗ്രാം മധു ഞാനും കൂടി പാട്ട് പാടാൻ വിളിച്ചാ ഡാൻസ്, ഡാൻസ് കളിക്കാൻ വിളിച്ചാ പാട്ട്. അതന്നെ, ഡാൻസ് പഠിക്കാൻ പോവാ. റെഡി അല്ലേ മധു? സിനിമാറ്റിക് ഡാൻസ് പഠിക്കാൻ പോവാ. ക്ലാസിക്കൽ പോരെ മധു? എനിക്ക് അതേ അറിയാം. ക്ലാസിക്കലെങ്കിൽ ക്ലാസിക്കൽ. ശരി, ആശ ചേച്ചി ഒരു 2 സ്റ്റെപ്പ് മധുചാണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? മധു ആശ പറയണത് ഞാൻ ചെയ്യണം. അത്രേ ഉള്ളൂ. ഈശ്വരാ, മധു വേണോ? അപ്പം ക്ലാസിക്കലാവാം, നമുക്ക് ക്ലാസിക്കൽ പിടിക്കാം. കുട്ടി വരും, ഇവിടെ നിൽക്കൂ. ഒരു ഗായകനായി നമ്മൾ ഒരുപാട് ആരാധിച്ചിട്ടുള്ള ഒരാളാണ്. ഇനി ഞങ്ങൾക്ക് മതിച്ചാണ്ട് നൃത്തം കൂടി കണ്ട് ആരാധിക്കണം. നോക്കട്ടെ ആശ എങ്ങനെയാണ്. മുദ്ര പിടിപ്പിച്ചാ പോരെ? അത് മതി, പാവം. മുദ്ര പിടിപ്പിച്ചാ മതി. മുദ്ര മതിയോ? മതി. അർത്ഥപതാക, കർത്തരീ മുഖം, ഓക്കെ. മയൂരം, അർത്ഥചന്ദ്രൻ, അരാളം. ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണോ? പഠിച്ചു, നൃത്തം പഠിച്ചു. ഇനി അരമണ്ടല്ലോ. നമസ്കരിക്കാണ്. കളരിയാണോ? ഓക്കെ. 1 1 2 ഇത്തരം പിടിച്ച് ഷോൾഡറിൽ വെച്ച്. അയ്യോ സോറി. ഇങ്ങനെ പൊക്കി ഇരിക്കൂ. മതിയാ? ഇത്രേ ഉള്ളൂ നമസ്കരിക്കാൻ. അത്യാവശ്യം മുദ്രയെ അയ്യോ നമസ്കരിക്കലേ. താങ്ക് യു. പക്ഷെ ആശിജി എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡന്റ്. നമസ്കരിക്കണ്ടേ? അപ്പൊ എന്തായാലും മതിച്ചേട്ടാ, ഇപ്പൊ മുദ്രകളൊക്കെ ഏകദേശം ഒരു പിടികിട്ടിണ്ടല്ലോ. പിടികിട്ടി. ഇനി നമുക്ക് ജോയിൻ ചെയ്യണ്ടേ? എത്രയും പെട്ടെന്ന്. ഓക്കെ, തീർച്ചയായിട്ടും. ദുബായിലോ ഇവിടെയോ? ഇവിടെയും ദുബായിൽ എവിടെയാണെങ്കിലും. ഓൺലൈനോ ഡയറക്റ്റാ? ഡയറക്റ്റ് മതി. ഡയറക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം തുടരാം അല്ലെ? തീർച്ചയായിട്ടും. അതാണല്ലോ നമുക്ക് ഇവിടെ ആവശ്യം. ഓക്കെ, അതെ. നിങ്ങളെ 4 പേരുടെ ശ്രദ്ധിക്ക്, അവിടെ ഒരു ഗോൾഡൻ ബസർ ഉണ്ട്, ഗോൾഡൻ ചെയർ ഉണ്ട്.
നമുക്ക് അവിടെ ആരെങ്കിലും ഒക്കെ ഇരുത്തണം, അതെ, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് അങ്ങനെയുള്ള കാണണം എന്ന് അങ്ങനെയുള്ള ആള് വരട്ടെ. അങ്ങനെ ഒരു അവസരം ഈ വരണം. അവസാനം ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും അവിടെ മിക്കവാറും വേണ്ടി വരും. വേണ്ടി വരും. അടുത്ത ആളെ വിളിക്കുന്നല്ലേ നല്ലത്. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥി വിളിക്കാം. അപ്പൊ അടുത്ത മത്സരാർത്ഥി എന്ന് പറയുന്നത് ചാപ്റ്റർ 3-ലെ സെക്കൻഡ് റണ്ണറപ്പ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കിൻഷ. ഫേവറേറ്റ് സോങ് റൗണ്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷം. സുജാത ചേച്ചിയും ജയചന്ദ്രൻ സാറും അസാധ്യമായിട്ട് പാടി വെച്ചിരിക്കുന്ന സ്വയംവര ചന്ദ്രിക എന്ന ഗാനമാണ് ഞാൻ ആലപിക്കുന്നത്. എല്ലാവരും ഫ്രണ്ട്സ് ആണെങ്കിലും ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. എല്ലാവരും വിജയികളാണ്. വളരെ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. കിൻഷ ഒരു പാവക്കുട്ടിയെ പോലെ വന്നിട്ടുണ്ടല്ലോ. ഡോളായിട്ട് തോന്നുന്നുണ്ട്. ഡോളായിട്ട് ഒരു ഡോള് പോലെ ഒരു കൊച്ച്. അതിനായി ഡ്രസ് ഇട്ട് വന്ന്. ആണോ? ശരി, ഏതാണ് ലോട്ട് എടുത്തിട്ട് നമുക്ക് കിട്ടിയ പെർഫോമൻസ് ഏതാണ്? എനിക്ക് ഫേവറേറ്റ് സോങ് റൗണ്ട്. ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ്. അത് തന്നെയാണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സ്വയംവര ചന്ദ്രികേ സ്വർണ്ണമണി മേഘമേ ഹൃദയരാഗമേ
അങ്ങനെ ഒരു അടിപൊളി പാട്ടൊക്കെ പാടിയിരിക്കുവാണ്. ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? ഞാൻ സ്വന്തം സെലക്ട് സ്വന്തം സെലക്ഷൻ ആയിരുന്നു. നന്നായി പാടാൻ പറ്റുമോ? പ്രാക്ടീസ് ചെയ്ത് അത്ര വന്നില്ല. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സാധാരണ എനിക്ക് ടെൻഷൻ ഉണ്ടാവാറില്ല, പക്ഷെ മെഗാ ഫൈനൽ ആയതിന്റെ ഒരു ആയപ്പോ ടെൻഷൻ. ശരി, ആ ടെൻഷൻ പാട്ടിന് ബാധിച്ചോ? അറിയില്ല, ചോദിച്ചു നോക്കാം. കിൻഷ മാലാഖേ, കിൻഷ അസലായിരുന്നു. താങ്ക് യു മാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ട് ഡ്യുവറ്റാണ്. സുജാ ചേച്ചി പാടിയതിൻ്റെ അതിനൊരു സ്ട്രെങ്ത് ഉണ്ട് പാട്ടിന്, ഒരു പ്രസൻസ് ഉണ്ട് വോയിസിന്. അതിപ്പോൾ നമ്മൾ ഒതുക്കി പാടുകയാണെങ്കിൽ പോലും ആ വോയിസിൽ കുറേ കാറ്റ് കൊണ്ടുവരികയാണെങ്കിലും അതിനൊരു ശക്തി വേണം. അതാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഇടയിലൊക്കെ ശക്തി കുറവാണ്. അടുത്തത് നല്ല ബോൾഡ് ആവട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഗായത്രി, എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ യു ഡിഡ് എ ഗുഡ് ജോബ്. നല്ലൊരു ഓണസ്റ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആയിരുന്നു. മോളുടെ ഇമോഷൻ വെച്ച് പാടുക. എനിക്കിപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിയപ്പോൾ ഒരു ബോറോഡ് ഇമോഷൻ ആണെന്ന്. അതായത് നമ്മൾ വേറൊരാളുടെ ഇമോഷൻ ബോറോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫുൾ നന്നായി പഠിക്കുക പാട്ട്. അത് കഴിഞ്ഞിട്ട് യു ട്രൈ ടു മേക്ക് ഇറ്റ് യുവർ ഓൺ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മത്സേട്ടാ, പാട്ട് നല്ല സെലക്ഷനാണ്, വെരി ഗുഡ് സെലക്ഷൻ. ഇതിലിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ കേൾക്കാൻ നല്ലതുമായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കിൻഷ, എനിക്ക് പേര് വലിയ ഇഷ്ടമായി. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെ കൗതുകമുള്ളൊരു പേരാണ്. താങ്ക് യു. ഇനി ഇവരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഞാൻ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കട്ടെ. എവിടെയാ കിൻഷ നാട്? ഞാൻ കോഴിക്കോടാണ്. ചെറുതിലെ മുതൽ പാട്ട് പഠിച്ചിരുന്നോ? ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ശാസ്ത്രീയ സംഗീതം ചിട്ടപ്രകാരം പഠിച്ചു? അതെ, പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഠിത്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് നിന്നുപോയി. അപ്പൊ ഇപ്പം ഉള്ള ഇവരൊക്കെ പറഞ്ഞതിന്റെ ഉള്ള ഉത്തരം വന്നു കഴിഞ്ഞു. ഒരു 8-9 വർഷത്തെ ഗ്യാപ്പ് വന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളും കൺഫ്യൂഷൻസും തെറ്റുകളും ഒക്കെ വരുന്നത്. പിന്നെ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ചെറിയൊരു ടിപ്പ് തരാം. നമ്മൾ ഏത് സ്റ്റേജ് ആണെങ്കിലും, ചില സ്റ്റേജുകളൊക്കെ നമ്മൾ കൈയും കാലം മറിച്ചിട്ടായിരിക്കും പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊരു മത്സരവേദിയാണെന്ന് മറന്നിട്ട് നമ്മൾ നമുക്ക് വേണ്ടി, മറ്റാർക്കും വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നു. യെസ്, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്, നല്ലോണം പാടുകയും ചെയ്തു. ഇനി അടുത്ത പാട്ട് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോ കിൻഷ, നമ്മുടെ ജഡ്ജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പറഞ്ഞോളൂ. ഇനിയാണ് നമ്മുടെ പരിപാടി. എന്താന്ന് എനിക്ക് മനസ്സിലായി. സേഫ് ആകണമെന്നാണോ ഡേഞ്ചർ സോണിലാവണമെന്നാണോ ആഗ്രഹം? തീർച്ചയായിട്ടും സേഫ് ആകണം തന്നെയാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ നമ്മളെ ഈ ഒരു 5 മിനിറ്റ് നേരത്തെ കാര്യത്തില് അതിലല്ലേ ജഡ്ജ്മെന്റ് വരിക. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ കാഴ്ചവെച്ച പെർഫോമൻസ് മതിയാവുമോ നമ്മുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക്? സാറ്റിസ്ഫൈഡ് അല്ല അതില്. അല്ല. അപ്പൊ എന്ത് തോന്നുന്നു? ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഏത് പൊസിഷനിലേക്ക് എത്തി എന്നാണ് തോന്നുന്നത്? ഡേഞ്ചർ സോണിലായിരിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. കിൻഷ, ഐ എം സോറി, യു ആർ ഇൻ ഡേഞ്ചർ സോൺ. ഓക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു ചെറിയ എലിമിനേഷൻ ഉണ്ട്. അപ്പൊ അത് കടന്ന് മാത്രമേ നമുക്ക് അടുത്ത റൗണ്ടിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. കൂൾ ആയിട്ടിരുന്നോളൂ. ഓക്കെ, താങ്ക് യു. ഇത് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ. ഇങ്ങനെ ഒരു മെഗാ ഫൈനൽ ടെലിവിഷൻ ചരിത്രത്തിൽ ഇതാദ്യം. നമ്മുടെ മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിധികർത്താക്കൾ വിധി എഴുതി കൈകൾ വേദന എടുത്ത് തുടങ്ങിയോ? അതെ, വേദന എടുക്കുന്നുണ്ട്. എന്നാൽ ആ വേദന നമുക്ക് തുടർന്നാലോ? അത്രല്ലേ പറ്റുള്ളൂ. എത്ര പെട്ടെന്ന് അടുത്ത മത്സരത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്തോളൂ. ഓക്കെ, അപ്പോ അടുത്ത മത്സരാർത്ഥി എന്ന് പറയുന്നത് ചാപ്റ്റർ 3-ലെ വിന്നറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ആതിര വിജിത്ത്. പെർഫോമൻസ് റൗണ്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഫേവറേറ്റ് സോങ് ആയിരുന്നു. പക്ഷേ ഞാൻ രണ്ടും പ്രിപ്പയർഡ് ആണ്. പെർഫോമൻസ് സോങ് എൻ്റെത് വേൽമുരുക എന്ന് പറയുന്ന സോങ് ആണ്. അല്ല ഡെയിൻ, ആരാ ഇത് മ്യൂസിക്കൽ വൈഫ് അല്ലേ? അതെ. ഇതേതേ ചെറുക്കൻ? ഏതാ ചെറുക്കൻ? ചെറുക്കനല്ല പെണ്ണൻ. ചെറുക്കനല്ല പെണ്ണാണ്. ശരിതാ, പെർഫോമൻസ് റൗണ്ട് ആണെന്നാണ് തോന്നുന്നത് അല്ലേ? അപ്പൊ ക്യാരക്ടർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ലോട്ട് എടുത്തപ്പോ പെർഫോമൻസ് റൗണ്ട് തന്നെ വരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നോ? ഇല്ല. നമ്മൾ ഈ മെഗാ ഫൈനൽ വേദിയിൽ മാറ്റൊരുക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
കേട്ടോ. അങ്ങനെ നമ്മളെല്ലാരും കാത്തിരുന്ന ഗോൾഡൻ ബസാർ എത്തിയിരിക്കുകയാണ്. താങ്ക് യു. അങ്ങനെ ഗോൾഡൻ പെർഫോമൻസ് ആണ് ആതിര കാഴ്ചവെച്ചിരിക്കുന്നത്. അതിന് നമ്മുടെ 4 വിധികർത്താക്കളും കൂടി ഒരുമിച്ച് ഗോൾഡൻ ബസാർ അടിച്ച് ദാ ആതിരയെ അടുത്ത ഘട്ടത്തിലോട്ട് ഈസിയായി കടത്തിവിട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആ ചൂടോടുകൂടി ആ ജഡ്ജ്മെന്റ് പറഞ്ഞോളൂ. എന്തായാലും കൊള്ളാം, ആടിച്ച് പൊളിച്ചു മോളെ. താങ്ക് യു സർ. അടിപൊളി, ഉഗ്രനായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, താങ്ക് യു നീ ഒന്നും പറയണ്ടല്ലോ, മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? അതെ, ഇനിയിപ്പോ എന്ത് പറയാൻ. ശരി ഗായത്രി. ആതിര ഒരു കുഞ്ഞി കുട്ടി ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ഇങ്ങനത്തെ പാട്ടൊക്കെ എടുത്തു. പാടി തുടങ്ങിയപ്പോൾ ഉള്ളിലൊരു ഡയനമൈറ്റ്. കലക്കി മോളെ. അടിപൊളി, കലക്കി. മഞ്ജരി. വേൽമുരുക ഹരോഹര. ഹരോഹര, അസലായിരുന്നു, സൂപ്പർ. താങ്ക് യു. അതിന് ഗംഭീര തുടക്കം. അതുകൊണ്ട് മുന്നോട്ട് ഇനിയും ഗംഭീരാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. കണ്ണ് തട്ടാതിരിക്കട്ടെ. താങ്ക് യു. ചക്കരെ ഒന്നും പറയാനില്ല. താങ്ക് യു ചേച്ചി. നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. മൊത്തത്തിലൊരു ഓളമായിരുന്നു. അപ്പൊ ഒരു 10,000 അപ്പൊ ആതിര അങ്ങനെ തകർപ്പൻ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ മെഗാ ഫൈനലിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഗോൾഡൻ ബസർ അടി ലഭിക്കുന്നത്. അപ്പൊ ദാ ആതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഗോൾഡൻ ചെയർ കണ്ടോ? അവിടെ ഒന്ന് പോയി ഇരിക്കണം എന്ന് തോന്നുന്നില്ല. എനിക്കുള്ളത് ഇപ്പൊ തൽക്കാലം ആതിര അവിടെ ഇരിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ ഗോൾഡൻ ബസർ ലാലേട്ടൻ സ്റ്റൈലൊന്ന് ചെന്നിട്ട് ഇങ്ങനെ മുണ്ടൊക്കെ അതെ പിടിച്ച് അവിടെ ഇരിക്കണം. മുള്ളംകൊല്ലി വേലായുധനെ ആ പാടി തോൽപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ, ആ നേർക്ക് നേരെ നിന്ന് അടിക്കാനായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അടിയടാ. ഒന്നും പറയുന്നില്ല, ഓടിപ്പോയി ആ ഗോൾഡൻ ചെയറിൽ ഇരുന്നോളൂ. അങ്ങനെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ആദ്യത്തെ ഗോൾഡൻ ബസർ ലഭിച്ച് ഗോൾഡൻ സീറ്റിൽ എത്തിയിരിക്കുകയാണ് ആതിര വിജിത്ത്. ആതിര, ഇപ്പോ ആതിരയെ ഗോൾഡൻ സീറ്റിൽ താൽക്കാലികമായി ഇരുത്തിയിരിക്കുകയാണ്. ഇനിയുള്ള മത്സരാർത്ഥികൾ ഗോൾഡൻ ബസർ അടിക്കുകയും ആതിരയേക്കാൾ കൂടുതൽ മാർക്ക് നേടുകയും ചെയ്താൽ ആ സീറ്റ് അവർക്കുള്ളതോ. ഓക്കെ, അവിടെ ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? പ്രൗഡ്. അടിപൊളിയാ. അപ്പൊ ഇനിയുള്ള നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സിന് എല്ലാവർക്കും ഈ ഒരു പെർഫോമൻസ് ഒരു പ്രചോദനം ആയിക്കൊള്ളട്ടെ. എന്തായാലും ആതിര, അപ്പോ നമുക്ക് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നവരെ കാത്തിരിക്കേണ്ടി വരും ഈ ഗോൾഡൻ ചെയർ ആർക്ക് സ്വന്തമായി എന്നറിയാം. ഓക്കെ, ഫേവറേറ്റ് റൗണ്ടാണ് കിട്ടിയത്. ഞാൻ ആക്ച്വലി പെർഫോമൻസ് റൗണ്ടാണ് പ്രിഫർ ചെയ്തിരുന്നത്. ബട്ട് രണ്ടിനും പ്രിപ്പയർഡ് ആണ്. ഏത് റൗണ്ട് കിട്ടിയാലും മാക്സിമം അതിന് ഒരു ഇൻപുട്ട് കൊടുക്കണം എന്ന് തന്നെയാണ്. ഹോപ്പ്ഫുള്ളി ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ജോയ്സ്, ചാപ്റ്റർ 4 വിന്നർ. എന്തോ എന്താണ് സ്റ്റെപ്പ് ഒന്നും ഇടാൻ പറ്റുന്നില്ലേ? അങ്ങനെ സാരിയൊക്കെ അല്ലേ, സാരി ആയതുകൊണ്ട്. ശരി, എന്താണ് നറുക്കെടുപ്പിലൂടെ ഏത് റൗണ്ടാണ് കിട്ടിയത്? ഫേവറേറ്റ് റൗണ്ട് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഗായത്രി ചേച്ചി പാടിയ പാട്ടാണ്. അപ്പൊ ചേച്ചിയുടെ മുന്നിൽ തന്നെ അത് പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, നമ്മുടെ 4 ജഡ്ജസ് റെഡിയാണ്. ഗോൾഡൻ സീറ്റ് അവിടെ റെഡിയാണ്. ജോയ്സ് റെഡി അല്ലേ? റെഡിയാണ്. റെഡി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. ആരാരോ ആരാരോ ആരീരോ ആരീരോ. കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. ആരാരോ
ജോയ്സ് എന്തോ അങ്ങനെ ജോയ്ഫുൾ ആയിട്ട് പാട്ട് പാടി കഴിഞ്ഞിരിക്കുകയാണ്. അതെ, നന്നായി പാടാൻ പറ്റിയോ? ഒരുവിധം നമുക്ക് നന്നായി പാടാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ശരി, ഇനി പാട്ടിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ഗായത്രിയിൽ നിന്ന് തുടങ്ങാം അല്ലേ? ആ അതെ. പാട്ട് പാടിയ ആളിൽ നിന്ന് തന്നെ തുടങ്ങണം അല്ലേ? ഗായത്രി മോളെ അടിപൊളിയായി പാടി, ഗംഭീരായി പാടി. ചേച്ചി താങ്ക് യു. എനിക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമായതെന്ന് വെച്ചാൽ മോളുടെ സ്റ്റൈലിലാണ് അത് പാടിയത്. മോളുടെ വോയിസും അങ്ങനെ ആരെയും ഇമിറ്റേറ്റ് ചെയ്യുന്ന വോയിസ് അല്ല, അത് ജോയ്സിന്റെ വോയിസ് ജോയ്സിന്റെ വോയിസ് ആണ്. ഞാൻ അത് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാണ്. പിന്നെ ഓഫ്കോഴ്സ് ഇത് എന്താന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ബ്രെത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്, കാരണം കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവസാനം ലൈവ് പാടാൻ കുറച്ച് ബുദ്ധിമുട്ട്, എന്നിട്ട് പോലും അത് വളരെ നന്നായി പാടി. താങ്ക് യു ഫോർ സിംഗിങ് ദിസ് സോങ്. സോ ഹാപ്പി ടു ഹിയർ ദിസ്. താങ്ക് യു ചേച്ചി. മത്സ്യേട്ടാ ജോയ്സ് എന്തോ വളരെ മനോഹരമായിട്ട് പാടി, ഉഗ്രനായിരുന്നു കേട്ടോ. താങ്ക് യു സർ. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. ജോയ്സ് എപ്പോഴത്തെയും പോലെ തന്നെ കോൺഫിഡൻസോട് കൂടി തന്നെ നന്നായിട്ട് പാടി. അടിപൊളി, വെരി ഗുഡ്. ജോയ്സ്, എന്തോ ഇനി എന്ത് വേണം? പാടിയ ആൾ ഇവിടെ ഉണ്ട്, പാടിയ ആൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒന്നും ഡിഫറെൻ്റ് ആയിട്ട് പറയാനില്ല. ജോയ്സ്, എനിക്ക് തോന്നുന്നത് ഈ ശ്വാസത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഉള്ള തടസ്സങ്ങൾ, അതിൽ ഒരു വരി നല്ല ശ്വാസം ഹോൾഡ് ചെയ്തുകൊണ്ട് പാടി. അപ്പോൾ ദിസ് വാസ് എ വണ്ടർഫുൾ പെർഫോമൻസ്. അത് മാത്രമല്ല ഒരു ഗംഭീര സെലക്ഷൻ കൂടിയാണ്. അത് പാടിയ ആളുടെ അടുത്ത് എവിടെ ഒളിഞ്ഞിരിക്കുന്നു? എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ ആരാരോ ഉമ്മ. സ്വീറ്റ്, താങ്ക് യു. എന്തായാലും മഞ്ജരി തുടക്കം കുറിച്ച സ്ഥിതിക്ക് ഗായത്രി ഒരു രണ്ടുപേരി അതെ, പിന്നല്ല. പറയാൻ വരുമായിരുന്നു. അതെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഗ്രഹം. പാടാം. ജോയ്സ് റെഡിയാണോ? റെഡിയാണ്. റെഡി ആണോന്നോ? കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ ആരാരോ 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 ആരിരാരോ. ഇടനെഞ്ചുരുകും ചൂടുപറ്റി കൈയൊരുക്കും തൊട്ടിലിന്മേൽ കൺമണിയെ കണ്ണടക്ക് നീ ഉറങ്ങ ആരാരോ ആരാരോ ആരീരോ ആരിരാരോ. Yes. ജോയ്സ്, ഇതിലും വലിയൊരു സമ്മാനം എന്താ വേണ്ടേ അല്ലേ? ഇത് പാടിയ ആളുടെ കൂടെ ഇങ്ങനെ ഒരു വേദിയിൽ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പാടാന്ന് വെച്ചാൽ അതിലും വലിയൊരു സമ്മാനവും അതിലും വലിയൊരു കയ്യടിയും വേണ്ട. പക്ഷെ ഞാൻ ഇതിൽ ചോദിച്ച പോലെ മുത്തം തരട്ടെ. നല്ല രസമുണ്ടായിരുന്നു ശരിക്കും. പല സമയത്ത് നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ ആടി ആടി ഉറങ്ങിപ്പോകുന്ന ഒരു താരാട്ട് പാട്ടിന്റെ അതേ ഫീലിൽ പാടി. താങ്ക് യു. എനിക്ക് ഉറപ്പാണ് കുറച്ച് കാലം കഴിയുമ്പം ജോയ്സിൻ്റെതായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഇവിടെ മറ്റ് കണ്ടസ്റ്റൻസ് വന്ന് പാടും. ഓൾ ദ വെരി ബെസ്റ്റ്. സൂപ്പറായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നമ്മുടെ 4 ജഡ്ജസും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പാട്ട് പാടിയ ആള് തന്നെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇതൊരു മെഗാ ഫൈനലാണ്. ചെറിയ പ്രശ്നങ്ങൾ കൂടി വലിയ പ്രശ്നങ്ങളാകും. വലിയ പ്രശ്നമാകാം മാർക്കുകളിൽ. ആ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ജോയ് സേഫ് ആകുമോ ഡേഞ്ചർ സോണിലാണോ എത്തുക എന്നൊക്കെ അറിയാൻ പോകുന്നത്. വിന്നേഴ്സ് തമ്മിലുള്ള മത്സരമാണ് ഈ മെഗാ ഫൈനലിൽ നടക്കുന്നത്. പാടാൻ അറിയാവുന്നവർ മാത്രം, പാടി തെളിയിച്ചവർ. ജോയ്സിന്റെ ഈ ഒരു പെർഫോമൻസ് അടുത്ത റൗണ്ടിലോട്ട് നമ്മൾ സേഫായി എത്തിക്കുവോ? ജോയ്സിന് എന്താ വേണ്ടത്? എനിക്ക് സേഫ് ആവണം എന്നാണല്ലോ ആഗ്രഹം. എലിമിനേഷനിൽ കൂടി പോയി സേഫ് ആവണോ അത് ഇവിടുന്ന് ഡയറക്റ്റ് സേഫ് ആവണോ? സേഫ് ആവണം. ശരി, എങ്കിൽ ഇവിടുന്ന് സേഫ് ആയിക്കോളൂ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോ നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് കടന്നിരിക്കുകയാണ്. ഈ റൗണ്ടിൽ നമുക്ക് ഗോൾഡൻ ചെയർ, ഗോൾഡൻ ബസർ ഒന്നും കിട്ടിയില്ല. പക്ഷെ അടുത്ത റൗണ്ടിൽ നമുക്കത് നേടണം. ഓക്കെ, ബാക്കിയല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.